ഇനി പ്രഭാഷണം നമ്മുടെ ശ്രീനാരായണ ഗുരുദേവ കൃതികളെ കുറിച്ചാണ് പറയുന്നത്. അതാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്യാലയം ലളിത സാറിന്റെ ക്ലാസ്സിൽ പറയുന്നത് ഏതാണ്ട് 64 കൃതികൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൂടാതെ പഠനത്തിന് വിധേയമാക്കാത്ത പല മംഗളാശംസകൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കൃതികളുണ്ട്. അതൊക്കെ എല്ലാം കൂടി ഒരിടത്ത് സാർ പറയുന്നുണ്ട് 72 എന്ന് പറയുന്നുണ്ട്. പല പുസ്തകങ്ങളിലും പല വിധത്തിലാണ് അതിൻ്റെ പ്രാധാന്യമനുസരിച്ചാണ് പല പുസ്തകങ്ങളിലും ഈ ഗുരുദേവ കൃതികൾ കാണുന്നുണ്ട്. പല കൃതികളും വളരെ ലളിതമെന്ന് തോന്നുമെങ്കിലും അതിലടങ്ങിയിരിക്കുന്ന ആശയം ഏറെ ഗഹനമാണ്. ഉദാഹരണത്തിന് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ദൈവദശകം, പിന്നെ ഗദ്യപ്രാർത്ഥനയൊക്കെ നമുക്ക് വായിച്ചാൽ മനസ്സിലാകുന്നതാണ്. പക്ഷേ ഒരു ആചാര്യം പറയുമ്പോഴാണ് നമുക്ക് അതിലടങ്ങിയിരിക്കുന്ന തത്വങ്ങളും ലൗകികവും ആത്മീയവുമായി നാം ചെയ്യേണ്ട കാര്യങ്ങൾ, ഗുരുവിനുണ്ടായ ആത്മീയ അനുഭവം ഒക്കെ ഈ കൃതികളിലൂടെയാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഗുരുദേവ കൃതികളെ 5 തിരിച്ചിരിക്കുന്നു. സ്തോത്രങ്ങൾ, പിന്നെ അനുശാസികങ്ങൾ അല്ലെങ്കിൽ പ്രബോധനാത്മക കൃതികൾ എന്നാണ് ചില ബുക്കുകളാണ് കാണുന്നത്. പിന്നെ ദാർശനികങ്ങൾ, വിവർത്തനങ്ങൾ, ഗദ്യരചനകൾ. മിക്ക കൃതികളിലും ഗുരുദേവന്റെ അദ്വൈത വേദാന്ത ദർശനമാണ് മനസ്സിലാക്കുന്നത് നമ്മൾ പഠിക്കുമ്പോൾ. അതായത് എല്ലാം ഒന്നും തന്നെ നമ്മുടെ കാശിനാഥ് പറഞ്ഞതുകൊണ്ട് ഗുരുദേവന്റെ അദ്വൈത ദർശനം ഒരില്ലാത്ത ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. അതായത് ജഡശരീരം, പരമാത്മാവ്, അരുളാനന്ദ, അനുകമ്പ, പിന്നെ ആശ്രമധർമ്മങ്ങൾ, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, ആശ്രമം, ഇവയിലുള്ളവരെ അനുഷ്ഠിക്കേണ്ട പാലിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്. തുടങ്ങി ആധ്യാത്മികവും ഭൗതികവുമായ വിഷയങ്ങളെ എല്ലാം പ്രതിപാദ്യം ആക്കി രചിച്ചിട്ടുള്ളതാണ് ഈ കൃതികൾ. ഇനി ഓരോ കൃതികളിലേക്കും ഒന്ന് കിടക്കാം. സ്തോത്രങ്ങൾ ഗുരുദേവൻ രചിച്ചു തന്നിട്ടുള്ളത് നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. പ്രാർത്ഥിക്കാൻ പണ്ട് നമുക്ക് ക്ഷേത്രപ്രവേശനം ഇല്ലായിരുന്നു. തലയിടയിലുള്ള ജാതിക്കാർക്ക് അവരുടെ സമർപ്പണമെന്നുള്ള വ്യത്യാസമുണ്ടായിരുന്നു. അപ്പോൾ ക്ഷേത്രപ്രവേശനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കാശിനാഥ് പറഞ്ഞു തിരുവിപ്പുറം പ്രദേശിക്ക് ശേഷം നമ്മൾക്ക് ഗുരുദേവൻ പുരോഗമനാത്മകമായ വിപ്ലവാത്മകമായ കാര്യങ്ങൾ ചെയ്തു തന്നതിലൊന്നാണ് ഈ ക്ഷേത്രപ്രവേശനം. അതായത് എല്ലാവർക്കും വേണ്ടിയാണ് ഗുരുദേവൻ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത്. പണ്ട് പല ക്ഷേത്രങ്ങളിലും നമുക്ക് അതുകൂടാതെ കാര്യങ്ങളിലുള്ളവർക്ക് വേദാന്ത പ്രകാരമുള്ള സത്മൂർത്തികളെ ആരാധിക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല. അവർക്കൊക്കെ ഗുരുമൂർത്തികളെ ആചരിക്കുക, ആരാധിക്കുക. അതുകൂടാതെ അനാചാര്യങ്ങളായ മൃഗബലി തുടങ്ങിയ കാര്യങ്ങളൊക്കെ സാധാരണ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അനാചാര്യങ്ങൾ അതൊക്കെ ഗുരുദേവൻ നിർത്തലാക്കി. അങ്ങനെ ഈ ക്ഷേത്രങ്ങൾ വേറെ ക്ഷേത്രങ്ങളിൽ പണിയിച്ചു വിട്ടു. ഗുരുദേവൻ അരിവിപ്പുറം ആദ്യത്തെ കർമ്മമണ്ഡലമാണ്. അവിടെ 14 വർഷം. അത് കഴിഞ്ഞ് ശിവഗിരിയിൽ 8 വർഷം. പിന്നെ അദ്വൈതാശ്രമത്തിൽ 16 വർഷം. അങ്ങനെയാണ് ഗുരുദേവൻ ചെലവഴിച്ചത്. ഈ സമയങ്ങളിൽ ഒക്കെ ക്ഷേത്രപ്രതിഷ്ഠകൾ നടത്തിയതിന് ശേഷം ഓരോ കൃതികൾ രചിച്ചു കൊടുത്തിട്ടുണ്ട്. ഓരോ അവസരങ്ങളിലായിട്ടാണ് കൃതികൾ രചിച്ചിട്ടുള്ളത്. അതിൽ സഗുണോപാസന എന്ന് വെച്ചാൽ കണ്ട് ആരാധിക്കുക, ഒരു മൂർത്തിയെ കണ്ട്. സാധാരണ ജനങ്ങൾക്ക് ഒരു കണ്ട് പ്രാർത്ഥിക്കാൻ ഒരു മൂർത്തി, അതിനുവേണ്ടിയാണ് ദേവതാസങ്കല്പം. യഥാർത്ഥത്തിന് അദ്വൈതം എന്ന് വെച്ചാൽ ഒന്നേ ഉള്ളൂ, എല്ലാം ഒന്ന് തന്നെ. പരബ്രഹ്മത്തിൻ്റെ പല രൂപ ദേവതകളാണ്. പല പേരിലും പല ഏതെങ്കിലും രൂപത്തിലും നമ്മൾ കാണുന്നുണ്ടെങ്കിലും എല്ലാം ആ പരബ്രഹ്മം ആണ് എന്നുള്ളതാണ് ഗുരുദേവന്റെ അദ്വൈത സിദ്ധാന്തം. പിന്നെ ഈ സ്തോത്രങ്ങളെ അന്വയിപ്പിക്കുക എന്ന് പറഞ്ഞു. അത് സ്തോത്രങ്ങൾ 5 ഉണ്ട്. അതിൽ ഒന്ന് ഗണപതി സ്തോത്രം, ഗണപതി സ്തുതിക്കാനുള്ളതാണ്. അത് വിനായക അഷ്ടകം എന്ന് പറഞ്ഞാൽ വിനായകൻ ഗണപതിയുടെ പേരിലാണ്. അത് പറയുന്നത് പിള്ളേർക്കോവിൽ എന്ന സ്ഥലത്ത്, നാഗർകോവിലടുത്ത്. അവിടെ നിരാകാര മൂർത്തികളൊക്കെ
ഭംഗിയായിരുന്നു. ഗുരുദാചാര്യ ഭക്തികളെ വളർത്തിയിട്ട് ഒരു ഭംഗിയായ മനോഹരമായ ഒരു ഗണപതി ക്ഷേത്രം പണിത് പ്രധാനപ്പെട്ട ഒരു ആ സമയത്ത് ലഭിച്ചാണ് വിനായകാഷ്ടകം. ഇത് ദേവി സ്തോത്രങ്ങൾ 6 ഉണ്ട്. അത് ദേവീസ്തവം, മണ്ഡല ദേവീസ്തവം, കാളീനാടകം, ജനനീ നവരത്നമഞ്ജരി, ഭദ്രകാളി അഷ്ടകം, ദേവി പ്രണാമ്യ ദേവീഷ്ടകം. ഈ ശാരദ പ്രതിഷ്ഠയോട് അനുബന്ധിച്ചാണ് ഈ ജനനീ നവരത്നമഞ്ജരി ശിവഗിരികൾ താമസിച്ച സമയത്താണ് എഴുതിയിട്ടുള്ളത് എന്ന് പറയുന്നു. അത് ഗുരുദേവൻ പറഞ്ഞത് സച്ചിദാനന്ദ സ്വാമികളാണ് എഴുതിയെടുത്തതെന്ന് പറയുന്നു. പിന്നെ സുബ്രഹ്മണ്യ സ്തോത്രങ്ങൾ 8 സുബ്രഹ്മണ്യ സ്തോത്രങ്ങൾ ദൈവമേ നൈശാലം എന്ന ഗുരുദേവ സൂക്തം പോലെ തന്നെ കൈലാസനാഥന്റെ പേരിലുള്ള നമ്മുടെ കാശുകൊടുത്ത് മന്ത്രിസമിതിയുടെ ഏറ്റവും വലിയ ഗുരുദേവ പ്രചാരന്മാരുടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കും വേണ്ടി ഒരു പൊന്നാണ്ടാണ്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കൃതികളെ കുറിച്ചാണ്. ഗണപതി സ്തോത്രം പറഞ്ഞു, ഇനി ദേവി സ്തോത്രങ്ങളുടെ കാര്യം പറഞ്ഞു. ഈ സുബ്രഹ്മണ്യ സ്തോത്രങ്ങൾ 8 രചിച്ചിട്ടുണ്ട്. അത് ഷൺമുഖ സ്തോത്രം, ഷൺമുഖ ദശകം, ഷാൻമാതൃസ്തവം, സുബ്രഹ്മണ്യ കീർത്തനം, നവമഞ്ജരി, മുഖാഷ്ടകം, ബാഹുലേയാഷ്ടകം, വിശാഖഷഷ്ഠി. ഇത് നമ്മളുടെ മഹിളാ വിഭാഗം ഇവിടെ കഥയത്തിലൊക്കെ വരുന്നവരെ എപ്പോഴും പാടി കേൾക്കുന്നതാണ് പല കൃതികളും. പ്രത്യേകിച്ച് ഗുരുദേവഗീതിയിൽ വളരെ മനോഹരമായിട്ട് ഏറെ പേരുണ്ട് ഇത് ആലപിക്കുന്നവർ. അപ്പോൾ ഞാനിങ്ങനെ പല കൃതികളും വായിക്കുമ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാവുന്നു. ആ പങ്കെടുക്കുന്നവരെ കൃതികളെ കുറിച്ച് അറിയാവുന്നവരെ അദ്ദേഹത്തെ പറയായിരുന്നു. ഇതിലൂടെ ഗുരുദേവൻ ഏറ്റവും കൂടുതൽ രചിച്ചിട്ടുള്ള കൃതികൾ ശൈവ കുടുംബത്തെയാണ്. ഈ ശിവസ്തോത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ രചിച്ചിട്ടുള്ളത്. അത് ശിവസ്തോത്രങ്ങൾ 12 ഉണ്ട്. ശിവപ്രസാദ പഞ്ചകം, സദാശിവ ദർശനം, ശിവശതകം, അർദ്ധനാരീശ്വര സ്തവം, വൈരാഗ്യ ദശകം, അതായത് മല്ലനപീഠം, ശിവസ്തവം, കോലതീരേശ സ്തവം, സ്വാനുഭവഗീതി, പിണ്ടപന്തി, ചിദംബരാഷ്ടകം, ദേവാല പതികങ്ങൾ, ഒരു തമിഴ് ശ്ലോകം. ഇവയാണ് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട് പതികങ്ങൾ. പിന്നെ വിഷ്ണു സ്തോത്രങ്ങൾ അത് 3 ഉണ്ട്. 1 ശ്രീകൃഷ്ണ ദർശനം, 2 വാസുദേവാഷ്ടകം, വിഷ്ണു അഷ്ടകം. ഈ ശ്രീകൃഷ്ണ ദർശനം ഗുരുദേവൻ വാരണപ്പള്ളിയിൽ താമസിച്ച് പഠിക്കുന്ന സമയത്ത് എഴുതിയതാണെന്ന് പറയുന്നു. അതായത് ഗുരുദേവൻ്റെ ഗുരു, അതായത് രാമപിള്ള ആശാൻ, കുമ്മമ്പള്ളി രാമപിള്ള ആശാൻ, അദ്ദേഹം ഒരു ശ്രീകൃഷ്ണ ഭക്തനായിരുന്നു. അപ്പോൾ കുട്ടികളിൽ ശ്രീകൃഷ്ണ ഭഗവാനോടുള്ള ഭക്തി ഉണ്ടായി. അപ്പോൾ ഗുരുദേവന് ആ സമയത്ത് ഒരു ശ്രീകൃഷ്ണ ഭഗവാന്റെ ദർശനം ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുട്ടികളിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗുരുദേവൻ മാത്രം, ഗുരുവിൻ്റെ പേര് നാണുമെന്നാണ്. അപ്പോൾ ബാലനായ നാണു അവിടെ ഒരു മരത്തിൽ ചെമ്പക്കുളത്തിൻ്റെ ചുവട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കളിക്കല്ല, മറ്റു കുട്ടികൾ കളിക്കുന്നു, ഗുരുദേവൻ അവിടെ നിൽക്കുന്നു. കുറച്ച് കഴിഞ്ഞ് കുട്ടികൾ നോക്കുമ്പോൾ ഗുരുദേവൻ ആരുടെ പിറകിൽ ഇങ്ങനെ ഓടുന്നത് പോലെയും കളിക്കുന്നത് പോലെയും. അപ്പോൾ അത് ശ്രീകൃഷ്ണ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ഭഗവാന്റെ പുറകെ ഓടുന്നതായിട്ടാണ് പറയുന്നത്. അപ്പോൾ അന്ന് ജയിച്ച കൃതിയാണ് ശ്രീകൃഷ്ണ ദർശനം. അപ്പോൾ കുട്ടികൾ ചെന്ന് ഗുരുവിനോട് ഇങ്ങനെ കണ്ടതായ കാര്യം. അപ്പോൾ
ഗുരു രാമൻപിള്ള ആശാൻ ചോദിച്ചപ്പോൾ ഗുരുദേവൻ എഴുതി കൊടുത്തതാണ് ഈ ശ്രീകൃഷ്ണ ദർശനം. അത് വായിച്ചിട്ടും തൃപ്തി വരാത്തതുകൊണ്ട് അത്ര മനോഹരമായിരുന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് കൃതി ഉപയോഗവൃത്തി എന്നുള്ളതാണ് കൃതി. അപ്പോൾ അത് കുറച്ചുകൂടി വിശദമായിട്ട് എഴുതി തരാമോ എന്ന് ചോദിച്ചപ്പോഴാണ് ശ്രീ വാസുദേവ അഷ്ടകം രചിച്ചത് എന്ന് പറയുന്നു. പിന്നെ ഒരു കൃതിയുള്ളത് സംസ്കൃത ശ്ലോകമാണ് വിഷ്ണു അഷ്ടകം. ഗുരുദേവൻ തമിഴിലും മലയാളത്തിലും പിന്നെ സംസ്കൃതത്തിലും കൃതികൾ രചിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഗണപതി സ്തോത്രം കഴിഞ്ഞു, ദേവി സ്തോത്രം കഴിഞ്ഞു, സുബ്രഹ്മണ്യ സ്തോത്രങ്ങൾ കഴിഞ്ഞു. ഇനി അനുശാസികൾ കഴിഞ്ഞു. അല്ലെങ്കിൽ ചില പുസ്തകങ്ങളിൽ വിജയലാൽ നിർമ്മലസം പറഞ്ഞാണ് അനുശാസികൾ. ചില പുസ്തകങ്ങളിൽ അത് പ്രബോധനാത്മക കൃതികൾക്കാണ് കാണുന്നത്. ഇത് ജാതിഭേദ ചിന്തയില്ലാതെ നാം ശരിക്കേണ്ട കാര്യങ്ങളാണ് ഈ കൃതികളിൽ പറഞ്ഞിരുന്നത്. അതിനുള്ള അനുകമ്പ, എല്ലാവർക്കും വേണ്ട ഗുണങ്ങൾ, ഇങ്ങനെ ഉപദേശപരവും ആത്മീയവും തത്വചിന്തപരവുമായ കൃതികളാണ് ഈ പ്രബോധനാത്മക കൃതികൾ. അവ 8 എണ്ണമുണ്ട്. ജാതി നിർണയം, ജാതി മീമാംസ, ജാതി ലക്ഷണം, സദാചാരം, ജീവകാരുണ്യവഞ്ചകം, അനുകമ്പാദശകം, ആശ്രമം, ധർമ്മം, ശ്രീനാരായണ ധർമ്മം, ഇതൊക്കെ ഉണ്ട്. അതുകൂടാതെ രചിച്ചിട്ടുള്ള കൃതികളുടെ ദാർശനികത എന്ന് പറഞ്ഞ വിഭാഗത്തിലാണ്. ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും വലിയ എല്ലാ കൃതികളും ചെറുതും വലുതും വളരെ വിശേഷപ്പെട്ടത് തന്നെയാണ്. അതിലടങ്ങിയിരിക്കുന്ന ആശയങ്ങളും വളരെ വലുതാണ്. പക്ഷേ ചില കൃതികൾ വളരെ ലളിതമായി നമുക്ക് തോന്നും, പക്ഷേ ആശയങ്ങൾ അതിലെ വളരെ വലുതാണ്. ഈ ദാർശനിക കൃതികൾ ലോകോത്തര കൃതികളായിട്ട് കണക്കാക്കാവുന്നതാണ്. ആത്മോപദേശ ശതകം, ദർശനമാല ഒക്കെ. ഇതിൽ ദാർശനികങ്ങളുടെ കൃതികൾ വേദാന്തപരമായിട്ടുള്ള കൃതികളാണ്. വേദാന്ത രഹസ്യം, ആധ്യാത്മികവും തത്വജ്ഞാനപരവുമായ സത്യം, അറിവ്, പരമസത്യം, പരമാത്മാവ്, ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അദ്വൈത ചിന്ത ഒക്കെയാണ് പറയുന്നത്. ആ കൃതികൾ ദാർശനിക കൃതികളാണ്. ആത്മോപദേശ ശതകം, അദ്വൈത ദീപിക, അറിവ് ദൈവദശകം, ദർശനമാല, ബ്രഹ്മവിദ്യാ പഞ്ചകം, മുനിചര്യ പഞ്ചകം, നിർവൃത്തി പഞ്ചകം, ശ്ലോകത്രയി, ഹോമമന്ത്രം, വേദാന്ത സൂത്രം, ഇവയൊക്കെയാണ് ആ 11 കൃതികൾ. ഇനി ഒരു വിവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. മറ്റ് ഭാഷയിൽ നിന്നും അതിൻ്റെ ആശയ തനിമ പോകാതെ മറ്റൊരു ഭാഷയിലേക്ക് മാറ്റുന്നതിനെയാണ് വിവർത്തനം തന്നെ തർജ്ജമ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ചെയ്തിട്ടുള്ള 2 വിവർത്തനങ്ങളുണ്ട്. ഈശാവാസ്യ ഉപനിഷത്ത്, അത് സംസ്കൃതത്തിൽ നിന്നും വിവർത്തനം ചെയ്തതാണ്. കൂടാതെ തമിഴിൽ വിവർത്തനം ചെയ്ത കൃതിയാണ് തിരുക്കുറൾ. ഇനി ഇതുകൂടാതെ ഗദ്യരചനകളുണ്ട്. ഗദ്യരചനകൾ 5 എണ്ണമുണ്ട്. അതായത് ഗദ്യപ്രാർത്ഥന, ദൈവചിന്തനം, ദൈവചിന്തനം 2, ആത്മവിലാസം, ചിഞ്ചന ചിന്തനം. ഇത് ഗദ്യരചനകൾ ഭൗതികവും ആത്മീയവുമായ തത്വചിന്താപരമായ വേദാന്ത ചിന്താപരമായ കൃതികളാണ്. ഇത് ഗദ്യ രൂപത്തിലാണ്. ഈ കൃതികൾ നമുക്ക് പ്രാർത്ഥന രൂപത്തിലാണ്. ഗദ്യ പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ പ്രാർത്ഥനാ രൂപത്തിലുള്ള കൃതിയാണെന്നാണ് ഇന്ത്യയിലെ പറയുന്നത്. ഗദ്യപ്രാർത്ഥന പരമാത്മാവിന്റെ ദിവ്യരൂപം മനസ്സിൽ തെളിയാനും നല്ല വഴികളിലേക്ക് നയിക്കാനുമുള്ള പ്രാർത്ഥനയാണ് ഈ ഗദ്യപ്രാർത്ഥന. ചിന്തയുടെ ചിന്ത എന്ന് പറയുന്നത് ചിത്തിനെ, ചൈതന്യത്തെയും ജഡത്തെയും കുറിച്ച് ദാർശനികമായ വേർതിരിവുകൾ പ്രതിപാദിക്കുന്ന കൃതിയാണ്. ദൈവചിന്തനം 1, 2, ആത്മവിലാസം. ഈ കൃതികളൊക്കെ ആത്മീയ സത്യങ്ങളെയും അദ്വൈതത്തെയും കുറിച്ചുള്ള കൃതികളാണ്. ഇതാണ് മൊത്തത്തിൽ ഗുരുദേവ കൃതികളെ കുറിച്ചുള്ള ആമുഖം. ഞാൻ എത്ര സമയം എടുക്കുന്നു ഞാൻ നോക്കിയില്ല. ഒരു കൃതിയിലെ 2 ശ്ലോകങ്ങൾ ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സമയമുണ്ട്. 7 വിനായകാഷ്ടകം. ഗണപതി സ്തുതിയാണ്.
സ്തുതികളെല്ലാം നമ്മളുടെ ഈശ്വരഭക്തി വളർത്താനുള്ളതാണ്. പിന്നെ നമ്മൾ പരമാത്മാവിനോടുള്ള നമ്മളുടെ പ്രാർത്ഥനയാണ്, നമ്മളുടെ അഭീഷ്ടങ്ങൾ സാധിച്ചു തരാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. വിനായക അഷ്ടകം ഈ ശ്ലോകത്തിലെ ആദ്യത്തെ ശ്ലോകവും 7ാമത്തെ ശ്ലോകവും ഒന്ന് നോക്കാം. എനിക്കത് നന്നായിട്ട് പാടാനറിയില്ല, അതിന് ഓടിപ്പോയത്. ഓക്കെ. വിനായകാഷ്ടകത്തിലെ ആദ്യത്തെ ശ്ലോകം ഇതിന്റെ അർത്ഥം ചെറുതായിട്ട് നോക്കാം. നമുക്ക് ദേവവൃന്ദം എന്ന് പറയുമ്പോൾ ദേവവൃന്ദം തല കുടിച്ചു നിൽക്കുന്ന ദേവസമൂഹത്തോട് കൂടിയവർ, എല്ലാ ദേവന്മാർ പോലും കുമ്പിടുന്ന ഭഗവാനാണ് ഗണപതി. ലസദ്വേദകന്ധം, അതായത് വേദങ്ങളുടെ സ്വയം പ്രകാശിക്കുന്ന നാരായണയായി വിളങ്ങുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. ശിരശ്രീമതിന്ദും പൂതിലാവളി ചന്ദ്രൻ വിതറുന്ന ചന്ദ്രനെ തലയിൽ ധരിച്ചിരിക്കുന്നത്. അത് ശിവകുടുംബത്തിലെ എല്ലാവരുടെയും തലയിൽ ചന്ദ്രകല നമുക്ക് കാണാം. സുബ്രഹ്മണ്യന്റെ ആയാലും ദേവിയുടെ ആയാലും തലയിൽ ചന്ദ്രകല ഉണ്ട്. ശിരശ്രീമതിന്ദു എന്ന് പറഞ്ഞാൽ അതാണ് ചന്ദ്രനെ തലയിൽ ധരിച്ചിരിക്കുന്നതിനും. ശ്രീ മുകുന്ദം, അതായത് മുകുന്ദം എന്ന് പറഞ്ഞാൽ വിഷ്ണുവിന്റെ ഒരു രൂപമാണ്. ലക്ഷ്മി സമേതനായ മുകുന്ദൻ ഭജിക്കപ്പെടുന്നതിനും, ലക്ഷ്മി സമേതനായ മുകുന്ദനും ഗണപതിയെ ഭജിക്കുന്നുണ്ട്. അതാണ് ജടാഹിയും ഗ്രഹച്ചാരു തുന്നും. ഗ്രഹച്ചാരു തുന്നെന്ന് പറയുന്നത് തടിച്ച മനോഹരമായ പയറോട് കൂടിയവൻ എന്നുള്ളതാണ്. പിന്നെ തുതശ്രീ സനന്ദം, സനന്ദ സനകാദി മുനിമാർ സ്തുതിക്കപ്പെടുന്നുണ്ട് എന്നാണ്. ജഡാഹീന്ദ്ര വൃന്ദം, ജഡയിൽ സർപ്പരാജാവായ വാസുകിയെ മുല്ലമലയായി അണിഞ്ഞിരിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഭജേഷ്ട സ്വന്തം എന്ന് പറഞ്ഞാൽ ഭക്തന്മാരുടെ അഭീഷ്ടങ്ങളെ നൽകി അനുഗ്രഹിക്കുന്നതിനുമായ വിനായകനെ ഞാൻ ഭജിക്കുന്നു, ഉപാസിക്കുന്നു എന്നാണ് അർത്ഥം. നമുക്ക് 7ാമത്തെ ശ്ലോകത്തിലേക്ക് നോക്കാം. ഇതിനുള്ള വളരെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മെഗാ തിരുവാതിര തുടങ്ങുന്നത് ഈ ശ്ലോകത്തോട് ചൊല്ലിക്കൊണ്ടാണ്. അതായത് നമ്മുടെ വിഘ്നങ്ങൾ മാറ്റിത്തരാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. ആ മെഗാ തിരുവാതിര വളരെ വിജയകരമായി വളരെ എല്ലാവരും എന്നും പറയുന്നതാണ്. അതിൻ്റെ വരികൾ നോക്കാം. സദാനന്ദം ശ്രീകരന്ദം വിഭാന്തം കരാധീയദന്തം ത്രിലോകൈനവൃന്ദം സുമന്തം തരന്തം അദേഹം ഭവന്തം. അതിൻ്റെ അർത്ഥം ചെറുതായിട്ട് നോക്കാം. സദാനേക സന്തം, സർവത്ര അനേക രൂപം കൈക്കൊണ്ട് വിളങ്ങുന്നതിനായ സദാ ദാനബന്ധം, അങ്ങനെ സർവത്ര അനേക രൂപം കൈക്കൊണ്ട് വിളങ്ങുന്നതിനായത് ഇത് സദാ ദാനബന്ധം, അതായത് സദാ ഭക്തന്മാർക്ക് അഭീഷ്ടങ്ങൾ ദാനം ചെയ്യുന്നത് എന്നാണ്. ബുധശ്രീകരൻ എന്ന് പറയുന്നത് ജ്ഞാനികൾക്ക് ഐശ്വര്യം നൽകുന്നതിന്. പിന്നെ ഗജാസ്യ വിഭാന്തം, ഗജമുഖൻ എന്ന് പ്രസിദ്ധനായവൻ. പിന്നെ കരാത്മീയ ദന്തം, അതായത് തൻ്റെ ദന്തം ഒടിഞ്ഞുപോയ ഒരു ദന്തം കയ്യിൽ പിടിച്ചിരിക്കുന്നവന്. ത്രിലോകൈന വൃന്ദം, 3 ലോകങ്ങളെയും അച്യുതനായി നിലകൊള്ളുന്നതിന്. സുമന്തം,
സുമന്തെന്ന് പറഞ്ഞാൽ മന്ദം മന്ദം നടക്കുന്നവർ, ഗണപതി വളരെ മന്ദം മന്ദമാണ് നടക്കുന്നത്. പരന്തം, ലോകത്തിനപ്പുറം നിൽക്കുന്ന വേദാന്ത പ്രസിദ്ധമായ ബ്രഹ്മമായി വിളങ്ങുന്നവനുമായ ഭജേഹം ഭവന്തം, അങ്ങനെയുള്ള വിനായകനെ ഞാൻ ഉപാസിക്കുന്നു, ഭജിക്കുന്നു എന്നർത്ഥം. സദാനേകസന്തം സദാദാനവന്തം ബുധശ്രീകരന്തം ഗജാസ്യം വിഭാംഗം കരാമീയദന്തം ത്രിലോകൈകനന്ദം സുമന്തം പരന്തം ഭജേഹം ഭവന്തം. ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എനിക്ക് അവസരം തന്നാൽ എല്ലാവർക്കും നന്ദി അറിയിക്കും. എന്നെ ഇത്രയും നേരം കേട്ടുകൊണ്ട് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് നമുക്ക് രണ്ടുപേരും നമ്മളെ രണ്ടുപേരും നല്ലൊരു മേഖലയിൽ നമ്മളെ കൊണ്ടുപോകുന്നുണ്ടായി. വിജയേട്ടൻ വളരെ തമാശ രൂപത്തിൽ തുടങ്ങിയിരുന്നെങ്കിലും അതിനെക്കുറിച്ച് ശരിയായി പഠനം നടത്തി ഒരു പ്രഭാഷണം തന്നെ നടത്തുകയുണ്ടായി. സമിതി ചെയ്യുന്ന ഗുരുധർമ്മ പ്രചാരം ഏതെല്ലാം തരത്തിലാണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിന് ആരൊക്കെയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് വളരെ നല്ല രീതിയിൽ വിശദീകരിച്ചു. ഒരുപക്ഷെ ഗുരുവിൻ്റെ ധർമ്മ പ്രചരണം സമിതി ചെയ്യുന്ന പോലെ വേറെ ചെയ്യുന്നതൊന്നും അറിയില്ല. പക്ഷെ വളരെ നല്ല രീതിയിൽ എല്ലാ മേഖലകളിലും നമുക്ക് ഗുരുവിനെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയാം എന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ നമ്മുടെ കൊച്ചുബാലൻ നമുക്ക്. അപ്പോൾ വിജയേട്ടൻ ഗുരുവിലെ എന്താ പറയുന്നത്, ഗുരുവിനെയും ഗുരുവിലെ കവിയെയും ഗുരുവിലെ ശാസ്ത്രജ്ഞനെയും എല്ലാ മേഖലയും ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ അവതരിപ്പിച്ചു. കാശിനാഥൻ വളരെ നല്ല രീതിയിൽ രണ്ടുപേരും വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ കാശിനാഥൻ തീർച്ചയായിട്ടും ഭാവിയിലും നല്ലൊരു പ്രഭാഷകനാവാനും സ്വന്തം അവൻ്റെ വ്യക്തി ജീവിതത്തിലും എല്ലാ ഉയർച്ചയും വിദ്യാഭ്യാസപരമായിട്ടും ആരോഗ്യപരമായിട്ടും